കായംകുളത്തുനിന്ന് നമ്മൾ പലയിടത്തും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുമായിരുന്നു. എൻ്റെ വീട് ഇവിടെ കിടങ്ങറയിൽ തന്നെ. പക്ഷേ കെട്ടിച്ചേക്കുന്ന കായംകുളമായിട്ട് ദൂരെ കൂടുതലായതുകൊണ്ട് ഇവിടെ വരാതിരുന്നു. ലാസ്റ്റ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടർ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. ആ ട്രീറ്റ്മെൻറ്റിലൂടെ കല്യാണം കഴിഞ്ഞ് 12 വർഷമായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കുഞ്ഞാണിത്. ആവശ്യകരമായി ഇത് കുറവുള്ളവർക്ക് ഡോക്ടർ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ട് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമുക്ക് ഡോക്ടറുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമ്മുടെ അച്ഛനോട് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ പറയുന്നത് നമ്മുടെ അച്ഛൻ പറയുന്നത് അതേ ഒരു ഫീലാണ്. അച്ഛനോട് മക്കൾ എങ്ങനെ സംസാരിക്കുന്നു ആ ഒരു ഇടപെടൽ നല്ല ഡോക്ടറുമായിട്ട്. സ്റ്റാഫും നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു നല്ല രീതിയിൽ അവർ കെയർ ചെയ്ത് നമ്മളെ നോക്കുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ അവർ തന്നെ വന്ന് മുറിയിൽ വന്ന് നമ്മുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് ഡോക്ടറെ വിവരം പറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫുൾ ടൈമും ഇവിടെ തന്നെയാണ് അഡ്മിറ്റ് ആയതും ട്രീറ്റ്മെൻറ്റ് ഡെലിവറി കഴിഞ്ഞാണ് ഇവിടുന്ന് പോയത്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. സ്റ്റാഫാണെങ്കിലും ക്ലീനിങ് സ്റ്റാഫാണെങ്കിലും മറ്റ് വർക്കുകൾക്ക് നിൽക്കുന്ന സ്റ്റാഫാണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങളും വന്ന് നിങ്ങൾക്കും അതേ സപ്പോർട്ട് നൽകും. കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റും. ധന്യവാദം പറയാം. നമ്മൾ താങ്ക്ഫുൾ ആണ് ഡോക്ടറോടും സ്റ്റാഫിനോടും.